ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കേരള മനസ്സാക്ഷിയെ നടുക്കിയ പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി. പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയ കൊലക്കുറ്റം തെളിഞ്ഞു. തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മയെ വിചാരണ കോടതി വെറുതെ വിട്ടു. എന്നാൽ അമ്മാവൻ നിർമ്മലകുമാരൻ തെളിവ് നശിപ്പിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി നാളെ പ്രതികളുടെ ശിക്ഷ വിധിക്കും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗ്രീഷ്മയെ ജയിലിലേക്ക് മാറ്റി. ഷാരൂണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കുടിപ്പിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. മുൻപും ഷാരോണിനെ കൊലപ്പെടുത്താൻ ജ്യൂസ് ചലഞ്ച് നടത്തിയതുൾപ്പെടെ സാഹചര്യ തെളിവുകളായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയത്. സാഹചര്യ തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടത്. മൂന്നാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിച്ചെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടത് ദൃക്സാക്ഷികളില്ലാത്തതിനാലെന്ന് പ്രതികരിച്ചു. ഞാൻ പ്രോസിക്യൂട്ട് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു കഠിനമായിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു ഈ ഷാരൂൺ മർഡർ കേസ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം കൊണ്ട് ഉള്ള മരണമാണ് സംഭവിച്ചിരിക്കുന്നത്, കൊലപാതകമാണ് എന്ന ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ വിഷം ശരീരത്തിലോ ആന്തരിക അവയവങ്ങളിലോ വസ്ത്രത്തിലോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. കാരണം അതൊരു കൊറോസീവ് പോയിസൺ ആണ്. തെളിവ് ശേഖരണത്തിൽ ഉൾപ്പെടെ പോലീസ് നടത്തിയ ജാഗ്രത ഫലം കണ്ടുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതികരിച്ചു. ഇത്തരം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നല്ലൊരു വിധി ഇതിലേക്ക് വന്നിട്ടുള്ളത്. രക്ഷപ്പെട്ടു പോകാമെന്നുള്ള രീതിയിലായിരിക്കാം എന്ന് പറഞ്ഞാൽ പോലീസ് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയതും മറ്റു കാര്യങ്ങളും. ഇത് നമുക്ക് തെളിവുകൾ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഇതൊന്നും ചിലപ്പം മറ്റെന്തെങ്കിലും ഉപദേശം കിട്ടിയതിൻ്റെയൊക്കെ ഫലത്തിലായിരിക്കാം. ഇതൊന്നും വലിയ ശക്തമായ തെളിവുകളല്ല എന്ന് ആരെയും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. വളരെ കൂളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒക്ടോബർ 14 ഷാരൂണിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അതേ ദിവസം തന്നെ സാവധാനം മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന വിഷത്തിന്റെ പ്രവർത്തന രീതി ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞു പഠിച്ചതുൾപ്പെടെ അന്വേഷണത്തിൽ നിർണായകമായി. 24 തിരുവനന്തപുരം. പൊട്ടിക്കരഞ്ഞാണ് ഷാരോണിന്റെ മാതാപിതാക്കൾ വിധിയോട് പ്രതികരിച്ചത്. പ്രതി ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരിയെ വെറുതെ വിട്ടതിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നും മാതാപിതാക്കൾ പ്രതികരിച്ചു. വിധി കേൾക്കാൻ ഷാരോണിന്റെ പിതാവ് ജയരാജും മാതാവ് പ്രിയയും കോടതിയിലേക്ക് പോയില്ല. ഷാരോണിന്റെ ഓർമ്മകളുള്ള ആ വീട്ടിലിരുന്നു ഇരുവരും. ഇപ്പോഴും ഷാരോണിന്റെ മുറി പൊന്നുപോലെ കാക്കുന്നു ആ കുടുംബം. വിധി കേൾക്കാൻ ടിവിക്ക് മുന്നിൽ ഷാരോണിന്റെ മാതാപിതാക്കൾ കാത്തിരുന്നു. വിധിയറിഞ്ഞ് പൊട്ടിക്കരച്ചിലോടെ മാതാവ്, സങ്കടമടക്കാനാവാതെ വിതുമ്പലുമായി പിതാവ്. ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ നമുക്ക് കൊടുക്കണം. ഞങ്ങളെ പൊന്ന ജീവനെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഞങ്ങൾക്ക് ഇനി എങ്ങനെ കഴിഞ്ഞു പോകണം ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഈ വിധിയിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ് ഗ്രീഷ്മ ചെയ്തതുകൊണ്ട്. പക്ഷെ അവളുടെ അമ്മ ഗ്രീഷ്മ ഒരു അമ്മ സിന്ധുകുമാരിയെ കൂടെ ശിക്ഷിക്കാത്ത ഒരു വിഷമമേ ഉള്ളൂ. ഞങ്ങൾ മാക്സിമം നോക്കും ഹൈക്കോടതി പോകാൻ. നാളെ ശിക്ഷാവിധി കൂടി പുറത്തു വന്ന ശേഷം തുടർ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സലിം മാലിക്, 24 തിരുവനന്തപുരം. വിചാരണ കോടതിയിൽ നിന്ന് സജോ ദേവസ്യ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഇപ്പോൾ ഗ്രീഷ്മയെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് ഗ്രീഷ്മ പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോൾ എന്തോ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ടാണോ ആശുപത്രിയിലേക്ക് മാറ്റിയത്, അതോ പതിവ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള വൈദ്യപരിശോധനയായിരുന്നോ? എന്താണ് വിധിയുടെ മറ്റു വിവരങ്ങൾ? വിജയകുമാർ, നാളുകളായി ഈ കേസിൽ ഗ്രീഷ്മ ജാമ്യത്തിലാണ്. ഇന്ന് ശിക്ഷാവിധിക്ക് കേൾക്കുന്നതിന് വേണ്ടിയാണ് കോടതിയിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് സാധാരണ നടപടിക്രമം എന്ന നിലയ്ക്ക് വൈദ്യപരിശോധന പൂർത്തിയാക്കി പിന്നീട് അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നത്തിന്റെ ഭാഗമല്ല. പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ട് അവർ പ്രകടിപ്പിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വൈദ്യപരിശോധന എന്നത് ജയിലിലേക്ക് മാറ്റുന്നതിന്റെ സ്വാഭാവിക നടപടിക്രമമാണ്. അവർ പുറത്ത്, അതായത് ജാമ്യത്തിലായിരുന്നു എന്നുള്ളതുകൊണ്ട്
വീണ്ടും ജയിലിലേക്ക് അയക്കുന്നു. കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ നടപടിക്രമം അനുസരിച്ച് ജയിലിലേക്ക് മാറ്റും. ഇനി നാളെ ശിക്ഷാവിധിക്ക് വേണ്ടി വീണ്ടും കോടതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം പിന്നെയും ജയിലിലേക്ക് തന്നെ തിരികെ അയക്കും. അതായത് ഈ കേസിൽ സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറെ അപൂർവതകളും സവിശേഷതകളും മനുഷ്യ മനസാക്ഷിയാകെ ഞെട്ടിച്ചതുമായ ക്രൂരമായ ഒരു കൊലപാതകം എന്നതാണ്. കാമുകനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഭൂമുഖത്ത് തന്നെ തുടച്ചു നിൽക്കുക, അതിനുവേണ്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണ്. അത് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലക്കിയാണ് കുറ്റകൃത്യം ചെയ്തത്, കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. അതിനുവേണ്ടിയും ഈ കേസ് ഒരുപാട് സങ്കീർണതകളുണ്ടായിരുന്നു. കാരണം ഈ കേസിന്റെ ലൊക്കേഷൻ, പ്ലേസ് ഓഫ് ഒക്യുറൻസ് പോലും സ്റ്റേറ്റിന് പുറത്താണ്, തമിഴ്നാട്ടിലാണെന്നൊക്കെ വാദിച്ച് അന്വേഷണത്തെ വഴിതിരിക്കാൻ പ്രതിഭാഗം പല ഘട്ടങ്ങളിലായി ശ്രമിച്ചു. ഒപ്പം നേരിട്ടുള്ള തെളിവുകൾ, അതായത് നേരിട്ടുള്ള ദൃക്സാക്ഷി ഇല്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഉയർത്താൻ ശ്രമിച്ചു. ആത്മഹത്യാ ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ ഗ്രീഷ്മ സ്വയം കഴിക്കാൻ തയ്യാറാക്കിയതാണ് ഈ കഷായത്തിൽ വിഷം കലക്കിയത്, അതുകൊണ്ടാണ് എന്നൊക്കെ വാദിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും കോടതിയിൽ നിന്നില്ല. അതുകൊണ്ട് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ ഒഴികെയും വലിയ നേട്ടം ഉണ്ടാക്കാനായി. കാരണം മുഖ്യപ്രതിക്കെതിരെ പ്രധാന കുറ്റങ്ങളെല്ലാം തന്നെ തെളിഞ്ഞു. അതായത് കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള പ്രധാന കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. അങ്ങനെ വരുമ്പോൾ വളരെ കടുത്ത ശിക്ഷ തന്നെ ലഭ്യമാകുമെന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. പക്ഷേ റയറസ്റ്റ് ഓഫ് ദ റയർ, അപൂർവങ്ങളിൽ അപൂർവം എന്ന് തെളിഞ്ഞു എന്ന് വന്നാൽ മാത്രമായിരിക്കും ഏറ്റവും കടുത്ത ശിക്ഷയിലേക്ക് പോവുക. ആ ശിക്ഷാവിധി എന്ത് എന്ന് നാളെ അറിയാം. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാന നേട്ടം ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അങ്ങനെ പരിശോധിക്കുമ്പോൾ വളരെ 2 അറ്റംപ്റ്റുകൾ തന്നെ ഈ കൊലപാതകത്തിന് വേണ്ടി നടത്തി. ആദ്യഘട്ടത്തിൽ ജ്യൂസിൽ പാരാസെറ്റമോൾ കലക്കി കൊടുത്ത് കൊല നടത്താനുള്ള ആസൂത്രണമാണ് നടത്തിയത്. അതും സ്നേഹമൊക്കെ ഭാവിച്ച് വിളിച്ചു വരുത്തി ആസൂത്രണത്തോടുകൂടിയായിരുന്നു. രണ്ടാം പ്രതി അമ്മയാണ്, സിന്ധു, അതായത് ഗ്രീഷ്മയുടെ അമ്മയാണ് രണ്ടാം പ്രതി. പക്ഷേ സംശയത്തിന് ആനുകൂല്യം ലഭ്യമായി, അവരെ വെറുതെ വിട്ടു. മൂന്നാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിക്കൽ കുറ്റം തെളിഞ്ഞു. രണ്ടുപേർക്കും എതിരെയുള്ള ശിക്ഷാവിധിയും നാളെ നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നുണ്ടാവുകയും ചെയ്യും. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് വിചാരണ കോടതിയിൽ നിന്ന്. കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഷാരോൺ രാജ് വധക്കേസ് സമാനതകളില്ലാത്തതാണ്. ഷാരോണിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഗ്രീഷ്മ നടത്തിയ നീക്കങ്ങളും അതുപോലെ തന്നെ. കേസിന്റെ നാൾ വഴികളിലേക്ക് നമ്മൾ അന്ന് കുടിച്ചില്ല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള നമ്മളൊന്നും കുടിച്ചിട്ടില്ല, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചതോട്ട് ഛർദ്ദിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. ഒക്ടോബർ 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICUവിൽ ഷാരോൺ രാജ് മരണത്തിന് കീഴടങ്ങി. 11 ദിവസം മുൻപ് ഒക്ടോബർ 14 അവശനിലയിൽ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്നേ ദിവസം ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സുഹൃത്ത് ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നു. ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആദ്യം ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തി നൽകി. ജ്യൂസ് ചാലഞ്ച് എന്ന് പറഞ്ഞായിരുന്നു മരുന്ന് കലർത്തി നൽകിയത്. എന്നാൽ അന്ന് ഷാരോൺ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ശ്രമത്തിൽ ഗ്രീഷ്മ വിജയിച്ചു. മാജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ അച്ഛനോടും സുഹൃത്തിനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് വെളിപ്പെടുത്തി. 14-ാം തീയതി വെള്ളിയാഴ്ച ഒരു 10:06 ഷാരോൺ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞിട്ട് അവളെ വീട്ടിൽ പ്രോജക്റ്റ് വാങ്ങാൻ പോകണമായിരുന്നു എന്ന് വരവും ചോദിച്ചു. അപ്പോൾ ശരി പോകാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഒരു 15 മിനിറ്റായി. അപ്പോൾ ഇവൻ അവളെ വീട്ടിൽ നിന്ന് ഛർദ്ദിച്ചുകൊണ്ടാണ് വന്നത്. വീട് എന്തു പറ്റി നീടാറുള്ള ഛർദ്ദൽ പോണ്, അത് അവളിങ്ങനെ കഷായം തന്ന് കഷായം തന്ന, അങ്ങനെയാണ് ഛർദ്ദ പറഞ്ഞത്. ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരുടെ സഹായത്തോടെ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആദ്യം പാറശാല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 2022 ഒക്ടോബർ 30 ഗ്രീഷ്മയെയും ബന്ധുക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഗ്രീഷ്മയുടെ കുറ്റസമ്മതം. ഒക്ടോബർ 31 അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 2023 ജാനുവരി 25 നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ 142 സാക്ഷികൾ, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശ്യത്തോടെ തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്.
സംഭവം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അങ്ങോട്ടേക്ക് മാറ്റണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളി. 1 വർഷത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. റിസർച്ച് ഡെസ്ക് 24. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പാലക്കാട് മണ്ണാർക്കാട് നബീസ വധക്കേസിൽ കൊച്ചുമകനും ഭാര്യയും കുറ്റക്കാർ. തോട്ടര സ്വദേശിനിയായ നബീസയെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന കേസിലാണ് കൊച്ചുമകൻ ബഷീറും ഭാര്യ ഫസീലയും കുറ്റക്കാരെന്ന് മണ്ണാർക്കാട് കോടതി വിധിച്ചത്. 2016 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം. ഭക്ഷണത്തിൽ വിഷം ചേർത്തു നൽകിയിട്ടും നബീസയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കിയതോടെ പ്രതികൾ ബലം പ്രയോഗിച്ച വിഷം കുടിപ്പിക്കുകയായിരുന്നു. ഇരുവർക്കുമുള്ള ശിക്ഷ നാളെ വിധിക്കും. എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ഋതു ജെയിൻ കുറ്റം സമ്മതിച്ചു. മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിട്ടില്ലായിരുന്നു എന്ന് കണ്ടെത്തി. ജിതിനെ ലക്ഷ്യമിട്ടാണ് ഋതു വീട്ടിലെത്തിയത്. ആദ്യം പുറത്തിറങ്ങിയ വിനീഷയെ തലക്കടിച്ചു വീഴ്ത്തി. പിന്നാലെ ഉഷയെയും വേണുവിനെയും ആക്രമിച്ചു. ജിതിന്റെ തലക്കടിക്കുകയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷവും പ്രതിക്ക് ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ. കറക്റ്റ് 7 മണിക്ക് പാലി നടക്കുവെച്ചവനെ ഞാൻ കണ്ട്. വണ്ടിയൊന്നും മനസ്സിലായില്ല, ഹെൽമെറ്റും ഇല്ല. ആ സമയത്ത് ഇപ്പം നേരെ പോയത് അപ്പം സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. 7:10 ഞാൻ ഇവിടെ വരുന്നത്. കൈ സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ അവൻ കൈയുമായിട്ട് വിഷ് ചെയ്ത് ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത പോലെ വളരെ കൂളായിട്ട് പോവുകയാണ് ആ സമയത്ത്. 1 വർഷമായി ജിതിന്റെയും ഋതുവിന്റെയും കുടുംബങ്ങൾ തമ്മിൽ തർക്കം ആരംഭിച്ചിട്ട് സമീപത്തെ മറ്റു വീടുകളിലും ഋതു അതിക്രമിച്ചു കയറി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. NDPS കേസിലും പ്രതിയാണ്. എന്നാൽ ഇന്നലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്താനായില്ല. കൊടും ക്രിമിനലായതിനാൽ ഋതുവിനെ എതിർക്കാൻ നാട്ടുകാരും ഭയപ്പെട്ടിരുന്നു. NDPS അടക്കം 4 കേസുകളിലെ പ്രതി, റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാൾ. നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ഋതുവിനെ പിടിച്ചുകെട്ടാൻ പോലീസ് കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ആദ്യം മുതൽ അവസാനം വരെ നടന്ന കാര്യങ്ങൾ ഋതു പോലീസിന് മുൻപാകെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രതി മാനസികാരോഗ്യത്തിന് ചികിത്സ തേടിയിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പ് നടത്തുക. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. കേരളത്തെ നടുക്കിയ 3 കൊടും കൊലപാതകങ്ങൾ. പ്രതി ഋതുവിന് നിയമത്തിന്റെ ഒരാനുകൂല്യങ്ങളും ലഭ്യമാകരുതെന്നാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്ന ആവശ്യം. പോലീസ് കൃത്യമായി അന്വേഷിക്കുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. എറണാകുളം ചേന്നമംഗലത്ത് 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഋതു ജെയിൻ ലഹരിക്കടിമയെന്നു പോലീസ്. ഇയാൾ മാനസികാരോഗ്യ ചികിത്സയും തേടുന്നുണ്ട്. 1 വർഷമായി നിലനിൽക്കുന്ന അയൽ തർക്കമാണ് കൊലപാതകത്തിന് കാരണം. സഹോദരിയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിലേക്ക് നയിച്ചത്. ആരാണ് ഈ ഋതു ജെയിൻ? എന്താണ് നാട്ടുകാർക്ക് ഈ കൊടും ക്രിമിനലിനെ പറ്റി പറയാനുള്ളത്? വീടിന്റെ അകത്ത് ഇത് ഇവിടെ കിടക്കണത് അതെ. ഇപ്പൊ പൂച്ച, ഇപ്പൊ പട്ടിയുടെ വരുമ്പോ അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പുണ്ടാക്കണത്. തല്ലാൻ വന്നേക്കാണ്, തല്ലാൻ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഋതു ജയൻ വേണുവിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത്. നായയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഭീഷണിക്ക് കാരണം. 28 വയസ്സുകാരൻ ഋതു മുൻപ് NDPS കേസിൽ 52 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് ബംഗളൂരുവിൽ നിന്നെത്തിയത്. വടക്കേക്കര പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. സ്ഥിരം പ്രശ്നക്കാരനെന്നും നാട്ടുകാർ. ഇതുപോലെ പോലീസ് കേസൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചാൾ മുമ്പ് വരെയും ഇങ്ങനെ തല്ലുകൊടുത്ത അയൽവാസികളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിരീകരണം ഉള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള പയ്യനാണത്. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കൊലപാതകം കരുതിക്കൂട്ടി ചെയ്തതാണ്. 1 വർഷമായുള്ള അയൽത്തർക്കം നിലനിൽക്കുന്നുണ്ട്. തന്റെ സഹോദരിയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നും ഋതു പോലീസിന് മൊഴി നൽകി. 24 കൊച്ചി. ചേന്നമംഗലത്ത് കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. കൊലപാതകം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പ്രതി ഋതു ജെയിനെ വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് അശ്വിൻ, ഈ കേസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? അതുപോലെ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്?
വിജയകുമാർ, അന്വേഷണം പുരോഗമിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ ഭാഗമായാണ് അല്പസമയം മുമ്പ് ഋതുവിനെ സ്റ്റേഷനിൽ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും വൈദ്യപരിശോധനയ്ക്കായി പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ കാണുന്ന മുറിക്കുള്ളിൽ വൈദ്യപരിശോധന നടപടികൾ പൂർത്തിയാവുകയാണ്. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് വൈകുന്നേരം 4 മണിയോടുകൂടിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിനുശേഷമാകും പോവുക എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്നലെ മുതൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. അല്പസമയം മുമ്പ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും മറ്റ് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെയാണ് പ്രതി വാഹനത്തിലേക്ക് കയറിയത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അതിൽ ഒന്നും മിണ്ടാതെ വാഹനത്തിലേക്ക് കയറി പോവുകയായിരുന്നു. മറ്റ് ഭാവവ്യത്യാസങ്ങളോ കുറ്റബോധമുള്ള മുഖമായിട്ട് നമുക്ക് തോന്നുന്നുമില്ല. എന്തായാലും ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 മണിയോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കുക. ഒപ്പം നിലവിൽ ഇപ്പോൾ ആശ്രം മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന ജിതിൻ്റെ ആരോഗ്യാവസ്ഥയിൽ കാര്യമായ പുരോഗതിയില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. നിലവിൽ NICUവിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുമുണ്ട്. ഗുരുതരമായ അവസ്ഥ തന്നെ തുടരുകയാണ്. ചികിത്സയ്ക്ക് വലിയ പണം ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് കൂടി ജിതിൻ്റെ ബന്ധുക്കൾ തുടങ്ങിയിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായവും തേടുന്നുണ്ട്. എന്തായാലും വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. വിജയകുമാർ. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പുകൾ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്ര നയങ്ങൾ സംസ്ഥാനത്തിന് സാരമായ സാമ്പത്തിക വെല്ലുവിളികൾ ഉണ്ടാക്കിയെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. കേരള നിയമസഭയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 15ാം നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ കേരള നിയമസഭയിലെ ആദ്യ നയപ്രഖ്യാപനമായിരുന്നു ഇന്ന് നടന്നത്. സർക്കാരിന്റെ നയങ്ങളും നിലപാടുകളും വ്യക്തമാക്കുന്ന പ്രസംഗം വയനാട് പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. My government is committed to rehabilitating all those affected by the Mepadi landslide by ensuring the completion of the township within 1 year. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പരാമർശമുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് വായ്പയാക്കി മാറ്റിയത് തിരുത്തണമെന്ന അഭ്യർത്ഥനയും പ്രസംഗത്തിൽ കാണാം. My government is committed to leveraging Vigam's thriving commercial ecosystem to drive industrial production, stimulate economic growth and to mark Kerala's presence in the global maritime sector. രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി സ്റ്റഡി ഇൻ കേരള പദ്ധതി നടപ്പിലാക്കുമെന്നതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളെ സാമ്പത്തിക വികസനത്തിന്റെ ഹബ്ബാക്കി മാറ്റും. ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികൾ വഴി 6000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇതിനു പുറമെ സൗരോർജ്ജാധിഷ്ഠിത പമ്പ് പദ്ധതിയിലൂടെ 8000 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി തുടങ്ങുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. 24 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളോ പരാമർശങ്ങളോ ഇല്ല എന്നതാണ് ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തെ ശ്രദ്ധേയമാക്കുന്നത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ച് മൃദുസ്വരത്തിൽ ഓർമ്മിപ്പിക്കുക മാത്രമാണ് പ്രസംഗത്തിൽ ചെയ്തിട്ടുള്ളത്. സർക്കാർ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഗവർണറുടെ പ്രസംഗം കയ്യടിയോ ഡെസ്കിലടിയോ ഇല്ലാതെ ഭരണപക്ഷം കേട്ടിരുന്നു. ആദ്യ നയപ്രഖ്യാപനത്തിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ തുടക്കത്തിൽ തന്നെ പ്രകോപിപ്പിക്കേണ്ടെന്ന കരുതലാണ് കേന്ദ്രത്തിനെതിരായ രൂക്ഷ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമെന്നാണ് സൂചന. എന്നാൽ പൊതുപണിയിൽ നിന്നുള്ള കടമെടുപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും പോലുള്ള കേന്ദ്ര നടപടി മൂലം സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ വസ്തുതാപരമായി പറഞ്ഞു വെക്കുകയും ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാനോട് സ്വീകരിച്ച തീവ്ര നിലപാട് ആർലേക്കറോട് ആദ്യം തന്നെ വേണ്ടുന്ന തന്ത്രപരമായ നിലപാടാണ് ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. My government reiterates its commitment to its aim of building Nava Keralam, which will be endowed with high quality physical infrastructure, knowledge based economy, quality education and health care. വയനാട് ദുരന്തത്തിന് കേന്ദ്ര സഹായം ലഭിക്കാത്തത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ സ്ഥാനം പിടിക്കാത്തത് ശ്രദ്ധേയമായി. സർക്കാർ എഴുതി നൽകിയ പ്രസംഗം ഗവർണർ അതേപടി വായിച്ചു. സർക്കാരിന്റെ നേട്ടങ്ങളും പദ്ധതികളും വിശദീകരിച്ചുകൊണ്ടുള്ള ഗവർണറുടെ പ്രസംഗത്തിൽ ഭരണപക്ഷ ബെഞ്ചിൽ കാര്യമായ ആവേശം കണ്ടില്ല. പതിവ് കയ്യടിയോ ഡെസ്കടിയോ ഇല്ലാതെ നിസ്സംഗരായി കേട്ടിരിക്കുന്നതാണ് കണ്ടത്. പ്രതിപക്ഷത്ത് നിന്ന് പ്രതിഷേധ സ്വരവും ഉയർന്നില്ല. 24 തിരുവനന്തപുരം. നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ബ്രൂവറി പ്രധാന വിഷയമാക്കാൻ പ്രതിപക്ഷം. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കഞ്ചിക്കോട് ബ്രൂവറി പ്ലാന്റിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി സമരം തുടങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു.
ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബ്രൂവറി അനുവദിക്കാനുള്ള നീക്കം വിവാദമായതോടെ പിൻവലിച്ചിരുന്നു. എന്നാൽ വീണ്ടും ബ്രൂവറി നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. കമ്പനി തുടങ്ങാൻ അനുവാദം ലഭിച്ച ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അനുമതി നൽകിയത്. എങ്ങനെയാണ് ഈ കമ്പനി സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് മാത്രം കൊടുത്തത്? രാജഭരണമൊന്നുമല്ല, ഇഷ്ടക്കാർക്ക് ദാനം ചെയ്യാൻ. ഒന്ന്, ഈ കമ്പനി ആണ്, ഇവരുടെ ഉടമകളാണ് ഡൽഹി മദ്യവിവാദത്തിൽ ഉൾപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ഇതിൻ്റെ ഉടമകൾ. പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി. നിയമസഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിക്കും. പാലക്കാട് കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന കഞ്ചിക്കോട് ഫാക്ടറി തുടങ്ങാനുള്ള അനുമതിക്കെതിരെ ജനങ്ങളെ രംഗത്തിറക്കി പ്രതിരോധിക്കുമെന്നും പ്രതിപക്ഷം. ബ്രൂവറിക്കൊപ്പം എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവയും തുടങ്ങാൻ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ബി അശോകിനെ തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിച്ച സർക്കാർ നടപടിയിൽ തിരിച്ചടി. നിയമന ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. ബി അശോക് കാർഷികോൽപാദന കമ്മീഷണറായി തുടരും. തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി അശോക് ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തയച്ചിരുന്നു. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ശ്രീജിത്ത്, IAS തലപ്പത്തെ ചേരിപ്പോര്, ഏറ്റുമുട്ടൽ, അതിനിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് സമാന വിഷയത്തിൽ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും IAS തലപ്പത്തെ പോരും അവിടുത്തെ ഏറ്റുമുട്ടലും മൂർച്ഛിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് സർക്കാരിൻ്റെ ഒരു നടപടിക്കെതിരെ ശക്തമായൊരു തിരിച്ചടി വന്നിരിക്കുന്നത്. അതും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ക്യാബിനറ്റ് തീരുമാനം ചോദ്യം ചെയ്താണ് ബി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള തന്നെ കേഡറിന് പുറത്തുള്ള ഒരു പോസ്റ്റിലേക്ക് ഡെപ്യൂട്ടേഷൻ നടത്തുമ്പോൾ തൻ്റെ സമ്മതം ചോദിച്ചില്ല, തന്നോട് അക്കാര്യം അറിയിച്ചില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ബി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് രാവിലെ 10:30 CIT പരിഗണിക്കുകയും സർക്കാരിൻ്റെ തീരുമാനം സ്റ്റേ ചെയ്യുകയുമായിരുന്നു. ഇന്നലെ രാത്രി ടിങ്കു ബിസ്വാളിനെ കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാർ ഉത്തരവായി പുറത്തിറക്കിയിരുന്നു. ഈ ഉത്തരവടക്കമെല്ലാം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ CIT നിന്ന് വന്നിരിക്കുന്നത്. അശോക് തന്നെ കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും കാർഷികോൽപാദന കമ്മീഷണറായും തുടരുമെന്നാണ് ഈ തീരുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിച്ച നടപടി റദ്ദാക്കണമെന്ന് ബി അശോക് സർക്കാരിനോട് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആ നടപടി സ്റ്റേ ചെയ്തു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയതും തിരുവനന്തപുരത്ത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നടി ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് സംസ്ഥാന യുവജന കമ്മീഷൻ. ദിശ എന്ന സംഘടന നൽകിയ പരാതിയിലാണ് ഈ നടപടി. സംഭവത്തിൽ പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? ഇക്കാര്യത്തിൽ കമ്മീഷൻ എടുത്ത നടപടികൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയും പിന്നീട് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും റിമാൻഡിലാകലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ചില ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വർ ചില പരാമർശങ്ങൾ നടത്തിയത്. അത് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നതോടൊപ്പം തന്നെ ഹണി റോസിനെതിരെയുള്ളതായിരുന്നു. അതിൽ ചില അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിശ എന്ന സംഘടന യുവജന കമ്മീഷനെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യുവജന കമ്മീഷൻ ഈ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ ചാനൽ ചർച്ചകളിലും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അത് ഹണി റോസിനെതിരെയുള്ള പരാമർശങ്ങളാണ്, അധിക്ഷേപ പരാമർശങ്ങളാണ് നടത്തിയത് എന്നുള്ളൊരു പ്രാഥമികമായ കണ്ടെത്തൽ നിലവിൽ ഈ യുവജന കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയോട് യുവജന കമ്മീഷൻ ഒരു റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് യുവജന കമ്മീഷൻ കടക്കുകയും ചെയ്യുക. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെ രാഹുൽ ഈശ്വറിനെതിരെ പോലീസിലും പരാതി നൽകിയിരുന്നു, പലരും പരാതി നൽകിയിരുന്നു. നിലവിൽ അതിൽ പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയിലുണ്ട്. അത് ഈ മാസം 27 പരിഗണിക്കുന്നതിനായി ഹൈക്കോടതി മാറ്റുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഈ പരാമർശങ്ങൾക്കെതിരെ യുവജന കമ്മീഷൻ കേസെടുക്കുകയും സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുള്ളത്. വിജയകുമാർ, സംഭവത്തിൽ പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് പോലീസ് കമ്മീഷനെ അറിയിക്കാൻ പോകുന്നത് എന്നത് അടുത്ത മണിക്കൂറുകളിൽ അറിയാം. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.
ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പ്രതി പിടിയിലായി. പ്രതിയെ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. പ്രതി ഷാരൂഖ് ഖാനെയും ലക്ഷ്യമിട്ടു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടനെ ICUവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഈ പ്രതിയുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ, അതായത് എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യം? കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ കുത്തി എന്നാണ് നേരത്തെ കേട്ടിരുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, മുറിവിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ കൊലപ്പെടുത്താനാണോ കുത്തിയത് എന്ന കാര്യത്തിൽ പോലീസിന് ഒരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ കൊലപ്പെടുത്താനായിരുന്നെങ്കിൽ വയറിലേക്കും നെഞ്ചിലേക്കും മറ്റുമൊക്കെ ആയിരുന്നു കത്തി കൊണ്ട് കുത്തേണ്ടിയിരുന്നത് എന്നതായിരുന്നു പ്രാഥമിക പോലീസിന് മനസ്സിലായിരുന്ന കാര്യം. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ചെയ്തതാവാനുള്ള സാധ്യതയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഏതായാലും പ്രതി ഇപ്പോൾ ഉള്ളത് ബാന്ദ്രയിലെ ഈ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. DCP അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യലിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങിയത്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായില്ല. ഏതായാലും ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യവുമായിട്ടുണ്ട്. ഇന്നലെ പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിലെ അതേ ആൾ തന്നെയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. മെലിഞ്ഞ ശരീരമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖവും ആ CCTV ദൃശ്യത്തോട് സാദൃശ്യം ഉള്ളത് തന്നെയാണ്. ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, എന്തായിരുന്നു മോട്ടീവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ലക്ഷ്യം എന്തായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്ന് തന്നെ ചോദിച്ച് അറിയേണ്ടതുണ്ട്. ഇന്നലെ പോലീസിന് നൽകിയ മൊഴി പ്രകാരം ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ദൃക്സാക്ഷിയായി ഉണ്ടായിരുന്ന ഈ പ്രതിയിൽ നിന്ന് കുത്തേറ്റ് വാങ്ങിയ നഴ്സായ എലിയമ്മ പറഞ്ഞതടക്കമുള്ള മൊഴികൾ പരിശോധിക്കുമ്പോൾ ഇയാൾ ഒരു മോഷണത്തിനായാണ് എത്തിയത്. തനിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പണമെന്ന് പറഞ്ഞു. എത്ര വേണം എന്ന് പറഞ്ഞപ്പോൾ 1 കോടി എന്നതായിരുന്നു അയാളുടെ മറുപടി എന്നതൊക്കെയാണ് എലിയമ്മയുടെ മൊഴി. അതൊക്കെ പോലീസ് ഇപ്പോൾ ഇയാളുമായി ചോദ്യം ചെയ്ത് വെരിഫൈ ചെയ്യുകയാണ്. ഒപ്പം ഉള്ളിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം, സാധാരണഗതിയിൽ ഇത്തരത്തിൽ സുരക്ഷയുള്ളൊരിടത്ത് ഇയാൾക്ക് ഇങ്ങനെ വലിച്ചു കയറാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന കാര്യമാണ് സ്വാഭാവികം എല്ലാവർക്കും തോന്നുന്ന ചോദ്യം. അതിന് ഉള്ളിൽ നിന്ന് ഏതെങ്കിലും സഹായം കിട്ടിയോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ നിർണായകമായി മാറുന്നത്. ഒപ്പം തന്നെ ഇയാൾ ഷാറൂഖ് ഖാന്റെ വീടിന് മുന്നിലും പരിശോധനയ്ക്ക് എത്തി നിരീക്ഷണം നടത്തി എന്നുള്ള വിവരം കൂടി പോലീസിന് കിട്ടുന്നുണ്ട്. 14-ാം തീയതിയാണ് ഇയാളുടെ അതേ രൂപസാദൃശ്യമുള്ള ഒരാളെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞത്. മന്നത്തിനടുത്തുള്ള, അതായത് ഷാറൂഖ് ഖാന്റെ വസതിക്ക് അടുത്തുള്ള ഒരു മതിലിൽ ഏണി ചാരി വെച്ച് പരിശോധന നടത്തുന്നതൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിൽ ആ കാര്യം കൂടി വരും. അതേസമയം സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില സംബന്ധിച്ച് പ്രതീക്ഷാ നിർഭരമായ വിവരങ്ങളാണ് വരുന്നത്. അദ്ദേഹത്തെ ICUവിൽ നിന്ന് മാറ്റി ഒരു നിരീക്ഷണ മുറിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അവിടെ സന്ദർശകരെയൊക്കെ തന്നെ വിലക്കിയിട്ടുണ്ട്. കാരണം അണുബാധയടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ നട്ടലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതുകൊണ്ട് മൂവ്മെൻ്റ് ഒക്കെ തന്നെ ഇപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്തു എന്നതാണ് ആശുപത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ ഏതായാലും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് തന്നെ വേണ്ടിവരും എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ പോലും അദ്ദേഹം ഗുരുതരാവസ്ഥ മറികടന്നു എന്നത് ആശ്വാസകരമാണ്. വിജയകുമാർ. മുംബൈ ലീലാവതി ആശുപത്രിയിലാണ് താരം ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തെ ICUവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ മറ്റ് താരങ്ങളെയും ലക്ഷ്യമിട്ടു എന്നുകൂടി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട് അന്വേഷണ സംഘം. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ നടക്കും. നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം അല്പസമയത്തിനകം ആറാലുംമൂട്ടിലെ വീട്ടിലെത്തിക്കും. വിപുലമായ ചടങ്ങുകളോടെ സമാധി ഇരുത്തും എന്നാണ് കുടുംബം പറയുന്നത്. വിവാദത്തിന് പിന്നിൽ ഇതര മതവിഭാഗമാണെന്ന പരാമർശത്തിൽ ഗോപൻ സ്വാമിയുടെ മകൻ മാപ്പ് പറഞ്ഞു. മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ, ഞങ്ങളപ്പോൾ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ഷഫീദ്, ഈ സംസ്കാര ചടങ്ങുകൾ അത് സമാധിയിരുത്തൽ എന്ന നിലയിൽ തന്നെ കുടുംബാംഗങ്ങൾ പറയുന്നു. അതിൽ വിവിധ ഈ സന്യാസ സമൂഹങ്ങളിലേക്ക് ആളുകൾ അതിൽ പങ്കെടുക്കുമെന്നൊക്കെ രാവിലെ കുടുംബാംഗങ്ങൾ അറിയിച്ചിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പോലീസിന്റെ അന്വേഷണം സംബന്ധിച്ചുള്ള എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ?
വിജയകുമാർ, ഏതാണ്ട് 10 ദിവസത്തിലധികമായി തുടർന്നു വന്നുകൊണ്ടിരുന്ന വിവാദങ്ങൾ അത് പൂർണ്ണമായും അവസാനിച്ചു നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കൂടി കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ വിവാദങ്ങൾക്കും ഈ വിഷയം ഹൈക്കോടതി കയറിയതിനും പിന്നാലെ നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ഗോപൻ സ്വാമി, അദ്ദേഹത്തിൻ്റെ മൃതദേഹം നേരത്തെ ഒരു കോൺക്രീറ്റ് ഭാഗമായിരുന്നു. ആ കോൺക്രീറ്റ് ഭാഗത്ത് നിന്ന് അത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കി ഇപ്പോൾ ആ മൃതദേഹം നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഈ മൃതദേഹം ഈ വീടിൻ്റെ പരിസരത്തേക്ക് എത്തിക്കും. ഘോഷയാത്രയായിട്ടായിരിക്കും ഈ മൃതദേഹം കൊണ്ടുവരിക. 3 മണിയോടെ മതാചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ സമാധി നടത്തുമെന്നാണ് കുടുംബം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സമാധിക്ക് വേണ്ടി കുടുംബം പുതിയ കല്ലറ അത് ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഋഷിപീഠം എന്നാണ് ഇതിന് നാമകരണവും ചെയ്തിട്ടുള്ളത്. നേരത്തെ ഒരുക്കിയ അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹത്തെ സമാധിയിരുത്തിയെന്ന് കുടുംബം അവകാശപ്പെട്ടിരുന്ന ആ കല്ലറയുടെ ആ ഭാഗത്ത് തന്നെയായിരിക്കും ആണ് പുതിയ കല്ലറയും പണിഞ്ഞിരിക്കുന്നത്. അതേസമയം മൃതദേഹം അടക്കം ചെയ്തതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തും. മാത്രമല്ല ഗോപന്റെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം, ഫോറൻസിക് പത്തോളജി റിപ്പോർട്ടുകൾ അത് വരും ദിവസങ്ങളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതിനുശേഷം മാത്രമേ ഈ മരണകാരണം സംബന്ധിച്ച് പൂർണ്ണ അർത്ഥത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത്. ഈ ഗോപൻ സ്വാമിയുടെ ശ്വാസകോശത്തിലെ ഭസ്മത്തിന്റെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പോലീസിന് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ആ സംശയമടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണാർത്ഥത്തിലുള്ള സ്ഥിരീകരണം അത് ഈ കുടുംബത്തിനും മുന്നോട്ട് അവരുടെ മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനൊക്കെ അവർക്കും സഹായകരമാകുന്നത് ആ സ്ഥിരീകരണം, ഔദ്യോഗികമായ അന്വേഷണത്തിൽ ആ സ്ഥിരീകരണത്തിന് ശേഷം മാത്രമായിരിക്കും. ആ സ്ഥിരീകരണ റിപ്പോർട്ട് കൂടി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് ഹൈക്കോടതിയിൽ ഇതിന് അന്വേഷണ തലസ്ഥിതി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളും വരും ദിവസങ്ങളിൽ കൈമാറും. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നിംസ് ആശുപത്രിയിൽ നിന്ന് ഘോഷയാത്രയായിട്ടായിരിക്കും നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ഗോപൻ സ്വാമിയുടെ മൃതദേഹം കൊണ്ടുവരിക. ശേഷം ഇവിടെ അത് സംസ്കരിക്കും, അതല്ലെങ്കിൽ സമാധിയിരുത്തും എന്ന് പറയുന്നു. ആചാര്യന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും. വിവിധ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്ന വിവരം. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ കുറുവ സംഘങ്ങൾ പിടിയിലായി. സഹോദരങ്ങളായ കറുപ്പയ്യയും നാഗരാജുമാണ് പിടിയിലായത്. ഇടുക്കി രാജകുമാരിയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയത്. മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ 2 പേരെ പിടികൂടിയത് ഇടുക്കി രാജകുമാരിയിലെ ഒളിത്താവളത്തിൽ നിന്നാണ്. പോലീസ് എന്തെങ്കിലും ഇക്കാര്യത്തിൽ വിവരങ്ങൾ നൽകുന്നുണ്ട്? എങ്ങനെയാണ് ഇവർ പിടിയിലായത്? ഇവർ എവിടെയൊക്കെ മോഷണം നടത്തിയിട്ടുണ്ട്? കേരളത്തിലും തമിഴ്നാട്ടിലും ഇവർക്കെതിരെ ധാരാളം കേസുകളുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഇവർ തമിഴ്നാട് പോലീസിന്റെ പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതികളാണ്, സഹോദരങ്ങളാണ്. 2ാം ഘട്ട പോലീസിന് ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 2ാം ഘട്ടമായി കുറുവ സംഘത്തിന്റെ വേട്ട, കുറുവ മോഷണത്തിലെ പ്രതികളെ പിടികൂടാനുള്ള സംഘം കേരളത്തിലും തമിഴ്നാട്ടിലടക്കം തിരച്ചിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ പുതിയ കുറുവ സംഘത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ആ തെരച്ചിലാണ് 2021 കേരളത്തിൽ, പ്രത്യേകിച്ചും ആലപ്പുഴ മണ്ണഞ്ചേരിയിലൊക്കെ തന്നെ 2021 ഇതിനു മുൻപ് മോഷണം നടന്നിരുന്നു. അങ്ങനെ 2021 മോഷണം നടത്തിയ പ്രതികളെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിലെ മോഷണ കേസിലെ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ കുറുവ സംഘത്തിൽപ്പെട്ട പഴയ ആളുകളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ പുതിയ ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ പഴയ പ്രതികൾ പിടിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതികൾക്ക് നേരത്തെ നാഗർകോവിൽ പോലീസിന്റെ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസങ്ങൾക്ക് മുൻപാണ് മണ്ണഞ്ചേരി പോലീസ് ഇവരെ പിടികൂടിയതെങ്കിൽ കൂടി വിവരം പുറത്തുവിട്ടിരുന്നില്ല. ഇവരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഈ വിവരം പുറത്തുവിട്ടതും. നിലവിൽ നാഗർകോവിൽ പോലീസിൽ ഇവർക്ക് അറസ്റ്റ് വാറണ്ട് ഉള്ളതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഗർകോവിൽ പോലീസിന് നിയമപരമായി അവർക്ക് ആദ്യം കൈമാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാഗർകോവിൽ പോലീസിന് ഇവരെ കൈമാറും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തമിഴ്നാട് പോലീസ് ഏറെ നാളുകളായി, ഇപ്പോൾ ഈ 3-4 വർഷങ്ങളായി ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പോഴൊന്നും ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. ഇപ്പോഴും മണ്ണഞ്ചേരി പോലീസിന് കിട്ടിയ രഹസ്യ വിവരമാണ് ഇടുക്കിയിൽ രാജകുമാരിയിൽ ഒരു ഒളിത്താവളത്തിലാണ് ഇവർ താമസിക്കുന്നതെന്നുള്ള വിവരം അറിഞ്ഞ ശേഷമാണ് ഇവർ അവിടെ എത്തി വളരെ സാഹസികമായിട്ടാണ് ഇവർ പിടികൂടിയിട്ടുള്ളത്. കേരളത്തിലും തമിഴ്നാട്ടിലും എണ്ണമറ്റ രാത്രികാല ഭവനവേദന മോഷണ കേസുകളിലെ പ്രതിയാണ് ഈ സഹോദരങ്ങളായിട്ടുള്ള കറുപ്പയ്യയും നാഗരാജും എന്നാണ് നിലവിൽ അറിയിക്കുന്നത്. എന്താണെങ്കിലും ആലപ്പുഴ SP MP മോഹനചന്ദ്രന് തമിഴ്നാട് സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെയും ഉദ്യോഗസ്ഥരുടെയും നാഗർകോവിൽ പോലീസിന്റെയും അഭിനന്ദന പ്രവാഹം എത്തിയിട്ടുണ്ട്. അത്രയും വിദഗ്ധമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവരെ പിടികൂടിയതെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. വിജയകുമാർ.
യെസ്, ഈ ചിത്രങ്ങളിൽ കാണുന്നത് സഹോദരങ്ങളാണ്. കറുപ്പയ്യ, നാഗരാജ്, രണ്ടുപേരും പിടികിട്ടാപ്പുള്ളികളാണ് തമിഴ്നാട് പോലീസിന്റെ. ഇടുക്കി രാജകുമാരിയിലെ ഒളിത്താവളത്തിൽ നിന്ന് കേരള പോലീസ് ഏതാണ്ട് സാഹസികമായി തന്നെ ഇവരെ പിടികൂടി എന്നാണ് ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരെ തമിഴ്നാട് പോലീസിന് കൈമാറും. 2021 കേരളത്തിൽ ഇവർ മോഷണം നടത്തിയിട്ടുണ്ട്. ഈ പുതിയ കുറുവാ സംഘങ്ങളെ തേടി നടത്തിയ അന്വേഷണത്തിലാണ് 2021 മുതൽ കേരളത്തിൽ ഇത്തരം സാമൂഹ്യവിരുദ്ധ ഏർപ്പാടുകൾ നടത്തി വന്ന ക്രിമിനലുകളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ പൂനെ നാസിക് ഹൈവേയിൽ വലിയ വാഹനാപകടം ഉണ്ടായിട്ടുണ്ട്. 9 പേർ മരിച്ചു എന്നാണ് പ്രാഥമിക വിവരം. ഒരു മിനി വാന് പിറകിൽ ട്രക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, വലിയ അപകടമാണെന്ന് മനസ്സിലാകുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടെയാണ് ഈ വലിയ ദുരന്തം സംഭവിക്കുന്നത്. പൂനെ നാഷിക് ഹൈവേ ആണ്. ഇതിൽ നാരായൺഗാവ് എന്നൊരു മേഖലയിൽ ഇടത്തെത്തിയപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഒരു മിനി വാനിൽ ആളുകൾ സഞ്ചരിക്കുകയായിരുന്നു. അതിന് പുറകിൽ ഒരു വലിയ ട്രക്ക് വന്ന് ഇടിക്കുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ഈ മിനി വാൻ മുന്നിലുണ്ടായിരുന്ന ഒരു ബസ്സിൽ പോയി ഇടിക്കുകയാണ്. ഈ ബസ് റോഡരികിൽ ഈ ബ്രേക്ക് ഡൗണായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ പുറകിലേക്ക് ഇടിച്ചു കയറി ആണ് ഈ വലിയ ദുരന്തം സംഭവിക്കുന്നത്. മിനി വാൻ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്ന അവസ്ഥയിലാണ്. 9 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അതിൽ 4 പേർ സ്ത്രീകളാണ്, 4 പുരുഷന്മാർ, ഒപ്പം ഒരു കുട്ടിയും ഒരു ചെറിയ കുഞ്ഞും മരിച്ചിട്ടുണ്ട്. 3 പേരെ പരിക്കുകളോടെ സമീപത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ വേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന ഒരു ഹൈവേ ആണ്. അമിത വേഗമാവാം ഒരുപക്ഷെ ഈ അപകടത്തിലുള്ള ഒരു കാരണം. ഏതായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിജയകുമാർ, മിനി വാന് പിറകിൽ ട്രക്ക് ഇടിക്കുകയായിരുന്നു. വലിയ അപകടമാണ്. 9 പേർ മരിച്ചു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് വാഹനാപകടങ്ങളിൽ 3 പേർ മരിച്ചു. കോട്ടയം വൈക്കത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് താമരശ്ശേരിയിൽ ലോറിയും കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. കോട്ടയം വൈക്കം തോട്ടകത്ത് ഇന്നലെ രാത്രി 10:30യോടെയാണ് അപകടമുണ്ടായത്. വെച്ചൂരിലേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. 3 പേർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലെ 2 പേരും മരിച്ചു. കുടവച്ചൂർ സ്വദേശി നിധീഷ്, പൂച്ചാക്കൽ സ്വദേശി അക്ഷയ് എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. തോട്ടകം സ്വദേശി ആദിദേവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് താമരശ്ശേരി ഓടക്കുന്നിൽ അർദ്ധരാത്രി 12 മണിയോടെയാണ് അപകടമുണ്ടായത്. ലോറിക്കും KSRTC ബസ്സിനും ഇടയിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ കാർ ഡ്രൈവർ എലത്തൂർ സ്വദേശി മജ്ദൂദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പത്തനംതിട്ട കടമ്പനാട് കല്ലുകുഴിയിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. കൊല്ലം ഫാത്തിമ മാതാ BEd കോളേജിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കണ്ണൂർ എരഞ്ഞോളിയിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് വഴി നൽകാതെ കാർ യാത്രികൻ. ആംബുലൻസിലുണ്ടായിരുന്ന മട്ടന്നൂർ സ്വദേശി റുക്കിയ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ മരിച്ചു. കാർ യാത്രികനെതിരെ ആംബുലൻസ് ഡ്രൈവർ പോലീസിലും RTOയ്ക്കും പരാതി നൽകി. ആംബുലൻസിന്റെ യാത്രയിൽ ഓരോ നിമിഷത്തിനും ജീവന്റെ വിലയുണ്ട്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് ഇന്നലെ വൈകിട്ട് എരഞ്ഞോളി നായനാർ റോഡിൽ ഉണ്ടായത്. ഹൃദയാഘാതമുണ്ടായ 61-കാരി റുക്കിയയുമായി മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. അതിനിടെയാണ് നായനാർ റോഡിൽ ഏകദേശം 1/2 കിലോമീറ്ററോളം ആംബുലൻസിന് മുന്നിൽ KL 58 AK 3777 നമ്പർ കാർ തടസ്സം നിന്നത്. കാറിന് അരികിലേക്ക് ഒതുക്കി നിർത്താൻ ഇടമുണ്ടായിരുന്നുവെന്ന് ദൃശ്യത്തിൽ വ്യക്തം. കതിരൂർ പോലീസിനും RTOയ്ക്കും ആംബുലൻസ് ഡ്രൈവർ ശരത്ത് പരാതി നൽകിയിട്ടുണ്ട്. വളരെ വിഷമമുണ്ട്. എന്ന് വെച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. ആ കാറുകാരന് ഒതുക്കാൻ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ടും അയാൾ വണ്ടി ഒതുക്കുന്നു. കാർ യാത്രികൻ സൈഡ് നൽകാത്തത് കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പൂർണ്ണമായും പറയാനാകില്ല. എങ്കിലും ആ തടസ്സം ഇല്ലാതിരുന്നെങ്കിൽ അല്പം കൂടി വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനാകുമായിരുന്നു. 24 കണ്ണൂർ. ഭാരതപ്പുഴയിൽ മുങ്ങി മരിച്ച 4 പേരുടെ വിയോഗത്തിൽ ഉള്ളുലഞ്ഞ് ചെറുതുരുത്തി. ഒഴുക്കിൽപ്പെട്ട് മരിച്ച 4 പേരുടെയും സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ചെറുതുരുത്തിയിലെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വൈകുന്നേരം ആസ്വദിക്കാൻ പുഞ്ചിരിയോടെ ഭാരതപ്പുഴയിലേക്ക് പോയവരുടെ
ചേതനയറ്റ ശരീരം തറവാട്ടു വീട്ടിലേക്ക് എത്തിയപ്പോൾ കാത്തുനിന്നവർക്ക് താങ്ങാനായില്ല. നാടാകെ തേങ്ങി. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം ചെറുതുരുത്തിയിലെ തറവാട്ടു വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ജുമാ നമസ്കാരത്തിന് ശേഷം മൃതദേഹങ്ങൾ കബറടക്കും. കബീർ, ഷാഹിന, സറ എന്നിവരുടെ സംസ്കാരം വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഉച്ചയ്ക്ക് 2 നടക്കും. ഫുവാദിന്റെ സംസ്കാരം വൈകിട്ട് 4 മേപ്പാടം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടക്കും. ഫുവാദിന്റെ പിതാവ് വിദേശത്ത് നിന്ന് എത്തേണ്ടതുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5 പൈങ്കുളം ശ്മശാനക്കടവിൽ അപകടമുണ്ടായത്. കളിക്കുന്നതിനിടെ വെള്ളത്തിൽ വീണ സറയെയും ഫുവാദിനെയും രക്ഷിക്കാൻ വെള്ളത്തിലിറങ്ങിയ ഷാഹിനയും കബീറും ചുഴിയിൽപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവരുടെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. 24 തൃശൂർ. 24ന്റെ പ്രത്യേക ക്യാമ്പയിൻ തുടരുന്നു. സൈബർ ബലിയാടുകൾ. സമീപകാലത്ത് വലിയ സൈബർ ആക്രമണങ്ങൾക്കിരയായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് പാലക്കാട്ടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരിൻ. കോൺഗ്രസ് വിട്ട് CPM-ലെത്തിയതോടെ ആക്രമണം വർദ്ധിച്ചു എന്നാണ് സരിൻ പറയുന്നത്. നേരത്തെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ചും പ്രസ്താവനകൾക്കൊക്കെയുമായിരുന്നു സൈബർ ആക്രമണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെയും ആക്രമണം നടക്കുന്നുവെന്ന് പി സരിൻ പറഞ്ഞു. എന്നാൽ സൈബർ ആക്രമണങ്ങളിൽ മനം മടുത്ത് സമയം കളയരുത് എന്നാണ് ഡോക്ടർ സൗമ്യ സരിൻ്റെ അഭിപ്രായം. സൈബർ ആക്രമണങ്ങൾക്ക് CPM-ൽ എത്തും മുൻപും ഇരയായിട്ടുണ്ട് ഡോക്ടർ പി സരിനും സൗമ്യ സരിനും. സൈബർ ആക്രമണം അതിരുവിടുന്നത് കുടുംബത്തെ കൂടി വലിച്ചിഴയ്ക്കുമ്പോഴെന്ന് ഡോക്ടർ പി സരിൻ. ഞാനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മുഴുവൻ സമയവും പൊതുജനങ്ങളുടെ പൊതുമധ്യത്തിൽ അവരുടെ സ്ക്രൂട്ടിനിക്ക് വിധേയനായി നിൽക്കുന്ന ആൾ. എൻ്റെ ഭാര്യയോ മകളോ അങ്ങനെയല്ല. അവർ സാമൂഹ്യ ജീവിയാണെങ്കിൽ പോലും പൊതുപ്രവർത്തകയല്ലാത്തതുകൊണ്ട് തന്നെ, എന്നാൽ പോലും എൻ്റെ രാഷ്ട്രീയത്തെ അവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒക്കെ പറയുന്നൊരു സമീപനമുണ്ട്. അത് ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ വരെ സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ. പാർട്ടി മാറിയതിനു പിന്നാലെ ആക്രമണം ശക്തമായി. സൈബർ ആക്രമണത്തിന്റെ കാര്യത്തിൽ ഒട്ടും ദാക്ഷിണ്യമില്ലാത്തത് കോൺഗ്രസുകാർക്കെന്ന് സരിൻ. ദയയും ദാക്ഷിണ്യത്തെക്കാളും കൂടി ഒബ്ജക്ടിവിറ്റി എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. വസ്തുനിഷ്ഠമായി നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ, നമ്മൾ പറയുന്നതിന്റെ പുറത്തായിരുന്നു CPM എല്ലായ്പ്പോഴും ആക്രമിച്ചിരുന്നത്. ചെയ്യുന്നതിൻ്റെയോ പറയുന്നതിൻ്റെയോ പുറത്തായിരുന്നു. എന്നാൽ കോൺഗ്രസിൽ അങ്ങനെയല്ല. അങ്ങ് തീർത്ത് കളയാമെന്നുള്ള കൊട്ടേഷൻ എടുത്ത പോലെയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനി എത്ര കാലം കഴിഞ്ഞാലും മാറില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി ചില കോണുകളിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് കൂടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. സരിന്റെ കൂടുമാറ്റത്തിനു പിന്നാലെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും ഏറെ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. പക്ഷേ അതിന് അർഹിക്കുന്ന പ്രാധാന്യമേ നൽകാവൂ എന്നാണ് സൗമ്യയുടെ പക്ഷം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കമന്റ് ബോക്സിൽ വന്ന് ഒരാൾ തെറി പറയുന്നു, അധിക്ഷേപിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരുന്നത് ആ പറയുന്ന ആളിൻ്റെ സംസ്കാരമില്ലായ്മയോ അല്ലെങ്കിൽ ഇമ്മെച്യൂരിറ്റിയോ ഒക്കെയാണ്. അത് സംസാരിക്കുന്നത് അയാളുടെ വ്യക്തിത്വത്തെ പറ്റിയാണ്. ഒരിക്കലും അത് നിങ്ങൾ മോശമായത് കൊണ്ടാണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. 24 പാലക്കാട്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. പാലക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഭീഷണി. മാലിന്യം വലിച്ചെറിഞ്ഞെന്ന പരാതി അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ് ആ സംഭവം. മാലിന്യം നിക്ഷേപിച്ചയാളാണ് ഭീഷണിപ്പെടുത്തിയത്. പാലക്കാട് മൊത്തം കുപ്പ കൂടി കിടക്കണോ? അതൊന്നും ഒരു വർത്തമാനമില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ നിനക്ക് സൂക്കേട്. വേണ്ടട്ടാ, പിന്നെന്താ വേണ്ട. ഇവിടെ ഈ ബിൽഡിങ്ങിന് പണിയും തീർത്തിട്ട് പോകുമ്പോ നിന്നെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. എനിക്ക് ഇതിന്റെ അപ്പുറം ഒന്നും ആലോചിക്കാനില്ല. അത് ആലോചിച്ച് വേണം നീ സംസാരിക്കാം. അപ്പൊ മര്യാദയായിട്ട് നീ അന്ന് ചെയ്ത് ചമ്മർത്ത് നീ വായി നിർത്താൻ നടക്കാൻ തുടങ്ങിയാ പറയണത്. എന്നെ കൊണ്ട് 1.5 മാസം താഴ്ത്തിട്ടിട്ട് തെളിവുണ്ടോ നിന്റെ കയ്യില്? ഞാൻ ഇഷ്ട തെളിവുണ്ടോ? ഈ 1 ലക്ഷം രൂപ ഫൈൻ കിട്ടും. ഞാൻ കിട്ടിയിട്ടില്ല. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഇത് ഉദ്യോഗസ്ഥരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് തന്നെയല്ല, വലിയ ഭീഷണിയും കൂടിയാണ്. അപ്പോൾ ഈ മാലിന്യം വലിച്ചെറിഞ്ഞ പരാതി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നുമില്ല. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു കാണുമല്ലോ ഉറപ്പായും. പ്രതിയെ ഈ ഭീഷണിപ്പെടുത്തിയ ആളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും വിജയകുമാർ, ഈ ഇവിടുത്തെ വാർഡ് മെമ്പർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ
ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്, ഈ മാലിന്യം ഇട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് മനോരമ ജംഗ്ഷന് സമീപത്താണ് ഈ സംഭവം. അവിടെ ഒരു കെട്ടിടം പുതുതായി പണിയുന്നുണ്ട്. ആ കെട്ടിടത്തിന്റെ കോൺട്രാക്ടറാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭീഷണിപ്പെടുത്തുന്നയാൾ. മാലിന്യം ഇടുന്നുവെന്ന, നിരന്തരം ഈ ഓടയിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നു എന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് പാലക്കാട് നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടറും ഇവിടെ എത്തി ഇവരോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി എത്തി. അപ്പോഴാണ് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കുമ്പോൾ ഞാൻ നിന്നെയും കൊണ്ട് ഇവിടെ നിന്ന് പോകൂ എന്നാണ് ഈ മാലിന്യം ഇട്ടയാൾ പറയുന്നത്. എന്തായാലും പാലക്കാട് നഗരസഭ വിഭാഗവുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഉടനെ തന്നെ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്നുള്ള, ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായും അതിനെ തടസ്സപ്പെടുത്തുകയും അതിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വിഷയത്തിൽ പാലക്കാട് നഗരസഭയുടെ തീരുമാനം. വിജയകുമാർ. ഏതായാലും ഈ ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ ആളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇയാൾ മാലിന്യം നിക്ഷേപിച്ചു എന്നാണ് പരാതിയുള്ളത്. അപ്പോൾ പോലീസിനെ സമീപിക്കുമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. വാർത്താമഴ തുടരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനകീയ പദ്ധതികൾ ലക്ഷ്യമിട്ട് BJPയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും മുൻഗണന നൽകുന്നതാകും പ്രകടന പത്രിക. തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം ഇന്നാണ്. ജനകീയ പദ്ധതികൾ പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയ ആം ആദ്മി സർക്കാരിന് അതേ നാണയത്തിൽ മറുപടി നൽകാനാണ് BJPയുടെ നീക്കം. യുവജന സ്ത്രീ വോട്ടേഴ്സിനെ ലക്ഷ്യമിട്ടാണ് BJP ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്ത്രീകൾക്ക് പ്രതിമാസ സാമ്പത്തിക സഹായ പദ്ധതി, വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൌരന്മാർക്കും സൗജന്യ ബസ് യാത്ര, ഡൽഹി നിവാസികൾക്കായി പ്രത്യേക ഇൻഷുറൻസ് തുടങ്ങിയ പദ്ധതികൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയേക്കും. BJPയുടെ പ്രകടന പത്രികയെ പരിഹസിച്ച അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി. इसमें कोई राजनीति नहीं है और ना राजनीति होनी चाहिए और मैं उम्मीद करता हूं कि हमारे बच्चों के लिए, युवाओं के लिए प्रधानमंत्री जी इसे ज़रूर स्वीकार करेंगे और चुनाव ख़त्म होने के बाद हम बसों में फ्री बस सफ़र कर देंगे स्टूडेंट्स का और मेट्रो के अंदर 50% कंसेशन बच्चों को हम देंगे. മെട്രോയിൽ വിദ്യാർത്ഥികൾക്ക് 50% കൺസെഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ AI നിർമ്മിത ഉള്ളടക്കങ്ങളുടെ ഉപയോഗത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം നൽകി. 24 ഡൽഹി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. ഡൽഹിയിൽ കുറഞ്ഞ താപനില 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശക്തമായ മൂടൽമഞ്ഞ് വ്യോമ റെയിൽ ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. 10ഓളം വിമാനങ്ങൾ റദ്ദാക്കി, 27 ട്രെയിനുകൾ വൈകി. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലും മൂടൽമഞ്ഞ് ദൃശ്യപരിധിയെ ബാധിച്ചു. ഡൽഹിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 2 ദിവസത്തേക്ക് കൂടി ശക്തമായ മൂടൽമഞ്ഞുണ്ടാകും എന്ന് മുന്നറിയിപ്പുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തൃക്കാക്കര MLA ഉമാ തോമസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. മന്ത്രി KN ബാലഗോപാലും ഒപ്പമുണ്ടായിരുന്നു. ഉമാ തോമസുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചു. അടുത്ത ആഴ്ചയോടെ ഉമാ തോമസിന് ആശുപത്രി വിടാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. മുസ്ലിം ലീഗിന് സമസ്തയുമായി പ്രശ്നമില്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തർക്കം മാധ്യമ സൃഷ്ടിയാണ്. സമസ്തയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ മാപ്പ് പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിന് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയോ താനും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. സമസ്തയുമായിട്ട് ലീഗിന് പ്രശ്നങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. ലീഗും സമസ്തയൊക്കെ എന്നും ഒരുമിച്ച് പോകുന്നതാണ്. ലീഗിൻ്റെ നേതാക്കൾ, സമസ്തയുടെ നേതാക്കൾ അന്യോന്യം പരസ്പരം ബന്ധപ്പെടുന്നവരാണ്. ലീഗിലുള്ള ഒരു സമസ്തയിലുണ്ട്, സമസ്തയിലുള്ള ലീഗിലുണ്ട്. അതല്ലാതെ ലീഗും സമസ്തയും തമ്മിലൊരു ഏറ്റുമുട്ടലൊന്നും ഒരു കാലത്തുണ്ടായിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ മാധ്യമ സൃഷ്ടി മാത്രമാണ്. സമസ്തയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള ചർച്ചകളും മറ്റും നടന്നുകൊണ്ട് പോകുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഞാനും അത് മനസ്സിലാക്കുന്നു. ക്ഷേത്ര ദർശനത്തിന് പുരുഷന്മാർ മേൽവസ്ത്രം മാറ്റണമെന്ന ആചാരത്തിനെതിരെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ശിവഗിരി മഠം ആചാര പരിഷ്കരണ യാത്ര നടത്തി. കാലോചിതമായ പരിഷ്കാരം വേണമെന്ന ആവശ്യം പരിശോധിക്കാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉറപ്പ് നൽകിയതായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ക്ഷേത്ര ഭരണം ചില സമുദായങ്ങളുടെ കുത്തകയായിരിക്കുകയാണ്. അതിനൊക്കെ മാറ്റം ഉണ്ടാകണം. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി
അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ആവശ്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കേണ്ടവ തന്നെയാണ്. അതൊരു സമവായത്തിലൂടെ വേണം നടപ്പിലാക്കാൻ. അതിന് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ തമ്മിൽ ആലോചിച്ച് കാലാനുസൃതമായി തന്നെ ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കും എന്ന് പറയണ്ടേ. കായിക വാർത്തകൾ. ഐ ലീഗ് ഫുട്ബോളിൽ വിജയക്കുതിപ്പ് തുടരാൻ ഗോകുലം കേരള FC ഇന്നിറങ്ങും. രാത്രി 7-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ നാംദാരി FC ആണ് എതിരാളികൾ. പതിഞ്ഞു തുടങ്ങിയ ഗോകുലം കേരള FC ഇപ്പോൾ വിജയപാതയിലാണ്. ഒടുവിൽ കളിച്ച 2 എവേ മത്സരങ്ങളും ജയിച്ച് പ്രതീക്ഷ നിലനിർത്തിയ ടീം നാംധാരി FCയെയും കീഴടക്കാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഡൽഹി FCയെ എതിരില്ലാത്ത 5 ഗോളുകൾക്കും ഡംബോ FCയെ ഏകപക്ഷീയമായ 1 ഗോളിനും തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് GKFC. 8 കളികളിൽ 3 ജയവും 4 സമനിലയും 1 തോൽവിയുമായി 13 പോയിന്റോടെ 4ാം സ്ഥാനത്താണ് ആതിഥേയർ. 2 ജയം ഈ ഹോം മാച്ചിലും നമുക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം പ്ലേയേഴ്സ് എല്ലാവരും കമ്പൈൻ ചെയ്യുന്നുണ്ട്. ടീം ജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇത്ര തന്നെ കളികളിൽ നിന്ന് 4 ജയവും 2 വീതം സമനിലയും തോൽവിയുമായി 14 പോയിന്റാണ് നാംധാരിക്ക്. ചർച്ചിൽ ബ്രദേഴ്സിന് തൊട്ടുപിറകെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. ഒടുവിൽ നടന്ന മത്സരത്തിൽ ഇന്റർകാശിയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് നാംധാരി FC. ഈ സീസണിൽ സ്വന്തം മൈതാനത്ത് ഒരു മത്സരം പോലും ജയിക്കാൻ ഗോകുലം കേരള FCക്ക് കഴിഞ്ഞിട്ടില്ല. നാംധാരിക്കെതിരായ മത്സരത്തിൽ അതിനൊരു മാറ്റമുണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ മുഹമ്മദ്, 24. കൊച്ചിയിലെ റിനൈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമാ തോമസ് MLA കണ്ടിരുന്നു. ആശുപത്രിയിൽ അധികം വൈകാതെ ആശുപത്രി വിടാൻ കഴിയും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഉമാ തോമസ് എന്താ ഇപ്പോൾ ആശുപത്രിക്കുള്ളിൽ ആശുപത്രി മുറിയിൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടെ നടക്കാൻ കഴിയുന്നുണ്ടല്ലേ? അതാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വൈകാതെ MLAക്ക് ആശുപത്രി വിടാൻ കഴിയും എന്ന് ഇതോടെ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ടല്ലേ? വിശ്വാസം നൽകുന്ന ദൃശ്യങ്ങളാണ് റിനൈ മെഡിസിറ്റിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഉമാ തോമസ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ഈ അപകടം നടന്ന ഘട്ടത്തിലൊക്കെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 6 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് ഒക്കെ വേണ്ടിവരും റിക്കവറിക്ക് എന്ന്. പക്ഷേ അതൊന്നുമല്ല. എത്രയും പെട്ടെന്ന് തന്നെ ഉമാ തോമസ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇന്നലെയാണ് ആശുപത്രി മുറിക്കുള്ളിൽ നടന്നത്. ഇന്ന് മുഖ്യമന്ത്രി ഉമാ തോമസിനെ സന്ദർശിക്കുകയും ചെയ്തു. എല്ലാവരും ചേർത്ത് പിടിച്ച എല്ലാവർക്കും വലിയ നന്ദി എന്നാണ് മുഖ്യമന്ത്രിയോട് ഉമാ തോമസ് പറഞ്ഞത്. ഇനി എത്രയും പെട്ടെന്ന് ആശുപത്രി വിടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസംബർ 27-ാം തീയതിയാണ് അപകടമുണ്ടാകുന്നത്. ആ ഒരു 3 ആഴ്ച ആകുന്നതിന് മുൻപ് തന്നെ അത് നടക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് സൈനാണ്. ഉടൻ തന്നെ ആശുപത്രി വിടാനാകുമെന്ന് ഇനി അനുമാനിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ അത് സംഭവിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രി അധികൃതരും അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇന്നലെ ഉമാ തോമസിനെ നോക്കുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മെഡിക്കൽ ബുള്ളറ്റിനടക്കം ഇറക്കി മാധ്യമങ്ങളടക്കം സംസാരിച്ച ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ഉമാ തോമസിനെ ഇന്നലെ നടത്തിച്ചത്. ഒരല്പം ആശങ്കയൊക്കെ ആദ്യം ഉണ്ടായെങ്കിലും പിന്നീട് ആശങ്കകളൊക്കെ മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. ആ ദൃശ്യങ്ങൾ അവർ വളരെ സന്തോഷവതിയാണ്. ആ ഓഫീസ് പ്രവർത്തനത്തിലേക്ക് അടക്കം ഉടൻ കടക്കണമെന്ന് ആണ് അവർ നാടാകെ ചേർന്ന് വന്നു. വൈദ്യുതിക്ക് വലിയ തർക്കത്തിലായിരുന്നു. എന്റെ കൂട്ടത്തിൽ എന്താ ഒറ്റക്ക് പോകും. മാസ്ക് വേണം. ഏതായാലും ഒരു മിറാക്കിൾ തന്നെയാണ്. സത്യമാണ്. എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെ ഈ പരിപാടിക്ക് പോയത് പോലും ഓർമ്മയിലില്ല. തീർത്തും ഓർമ്മയില്ല. അതിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഈ വിഷ്വൽസ് വരുന്നത് അതെ പേടിയാവും. ഡോക്ടർ നിർബന്ധമായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അത് കാണിച്ചത്. കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് പേടിയായി. വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ 4-ാമത്തെ ദിവസം കാണിച്ചു കൊടുത്തു. ICU വെച്ചിട്ട് എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഇതൊന്ന് കാണും. കാണിച്ചു കൊടുത്തു. ഇനി പോകണ്ട, എനിക്ക് മനസ്സിലായി. ഓപ്പറേഷൻ തന്നെ കാണുന്നത് കഷ്ടമാണ്.
ധനമന്ത്രിയുണ്ട്. പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്നു, സംസാരിച്ചിരുന്നു. വിഷ്ണു ഡോക്ടറാണ്. വിവേക് LLM കഴിഞ്ഞു. എന്റെ ബ്രദർ. അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമാ തോമസ് MLA ആശുപത്രിയിലെത്തി സന്ദർശിച്ചത്. ഏറെ സമയം ഡോക്ടേഴ്സിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി MLAയുമായി സംസാരിച്ചു. ആശുപത്രി മുറിയിൽ ഉമാ തോമസ് MLA നടക്കുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ സമയത്ത് വൈകാതെ ആശുപത്രി വിടാൻ കഴിയുമെന്ന് ഡോക്ടേഴ്സ് അറിയിക്കുകയും ചെയ്തു. വിഷ്ണു സുരേഷാണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.